Hello everyone. In നമ്മൾ സെന്റൻസ് പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംപറേറ്റീവ് സെന്റൻസ് 4 വിധം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ അസേർട്ടീവ് സെന്റൻസ്, രണ്ടാമത്തത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, മൂന്നാമത്തത് ഏതായിരുന്നു ഇംപറേറ്റീവ് സെന്റൻസ്, നാലാമത്തെ എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഓക്കെ, ഇത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഐഡന്റിഫൈ ഒരു ടാസ്ക് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ആൻഡ് നെയിം ദി സെന്റൻസസ്. അക്ബർ വാസ് എ ഗ്രേറ്റ് മുഗൾ എംപറർ. ഏതാണ്? അസേർട്ടീവ് സെന്റൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ബേർഡ്സ് ഫ്ലൈ ഏതാണ്? അസേർട്ടീവ് സെന്റൻസ് ആണ്. ഡു ആസ് യു ആർ ടോൾഡ് ഇതേതാണ്? ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഇംപറേറ്റീവ് സെന്റൻസ്. ഓക്കെ. വൈ ആർ യു ലേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രോഗേഷൻ ആണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ഡോണ്ട് സ്പീക്ക് എ വേർഡ്. ഡോണ്ട് സ്പീക്ക് എ വേർഡ് ഇത് ഇംപറേറ്റീവ് ആണ് അല്ലേ? ഇംപറേറ്റീവ്. ഓക്കെ. ഡോണ്ട് യു നോ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. വാട്ട് എ ഫൈൻ ഫെല്ലോ ഹി ഈസ് എക്സ്ക്ലമേറ്ററി ആണ്. വാട്ട് ആർ യു ഡൂയിങ് ഇൻട്രോഗേറ്റീവ് ആണ്. ഹൗ ആർ യു ഇൻട്രോഗേറ്റീവ് ആണ്. ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ് എക്സ്ക്ലമേറ്ററി ആണ്. വാട്ടർ ഈസ് പ്രീഷ്യസ് അസേർട്ടീവ് ആണ്. വാട്ട് ആർ ദി പ്ലാന്റ്സ് ഇംപറേറ്റീവ് ആണ്. ഇംപറേറ്റീവ് അല്ലേ? ഇംപറേറ്റീവ്. ഓക്കെ. ഫയർ ഇംപറേറ്റീവ് ആണ്. ഷട്ടപ്പ് ഇംപറേറ്റീവ് ആണ്. സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് അസേർട്ടീവ് ആണ്. വെൻ വിൽ യു കം ഇൻട്രോഗേറ്റീവ് ആണ്. അലാസ് ഹി ഈസ് ഗുഡ്, ഹി ഈസ് ഡെഡ്. അലാസ് ഹി ഈസ് ഡെഡ് ഇന്റർജെക്ഷൻസിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഓക്കെ. ഹൂ ദാറ്റ് ഈസ് ബാഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. കോളേജ് ക്ലോസ് ഓൺ 31st March അസേർട്ടീവ് ആണ്. ഡു ഓർ ഡൈ അസേർട്ടീവ് അല്ലേ? ടിപ്പ് 1. ഐ പ്രിഫർ ടീ ഡാഷ് കോഫി. ഐ പ്രിഫർ ടു കോഫി എന്നാണ് പറയാ. ഐ പ്രിഫർ ടു കോഫി. പ്രിഫർ, റെഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, എൽഡർ, ആന്റീരിയർ, പോസ്റ്റീരിയർ, പ്രയോർ, ഇൻജൂറിയസ് ഇവയ്ക്ക് ശേഷം പ്രിപ്പോസിഷൻ ടു ഉപയോഗിക്കുക. ഓക്കെ. അതായത് ഐ പ്രിഫർ ടു, ഐ റെഫർ ടു, മൈ ജൂനിയർ ടു, മൈ സീനിയർ ടു, inferior to, superior to, elder to, anterior to, posterior to, prior to, injurious to. Okay. Tip 2. Would you mind dash the letter? Would you mind posting the letter എന്നാണ് വരിക. Would you mind posting the letter? Would you mind look forward to, with a view to, objected to, insisted on, accustomed to ഈ പ്രയോഗങ്ങൾക്ക് ശേഷം ing ഉപയോഗിക്കണം. Would you mind look forward to, with a view to, objected to, insisted on, accustomed to. Okay. അടുത്തത് omnipresent എന്ന് പറഞ്ഞാൽ എന്താ? omnipresent എന്ന് പറഞ്ഞാൽ one who presents everywhere. omnipresent എന്ന് പറഞ്ഞാൽ one who presents everywhere. omnipotent എന്ന് പറഞ്ഞാലോ one who is most powerful ആണ് omnipotent. omnipresent one who presents everywhere. omniscient എന്ന് പറഞ്ഞാൽ എന്താ? omniscient എന്ന് പറയുന്നത് one who knows everything. one who knows everything. omnivorous എന്ന് പറയുന്നത് എന്താണ്? one who eats all types of food ആണ് omnivorous. omnivorous എന്ന് പറയുന്നത് one who eats all types of food. Thank you so much for listening me. We'll see you in next video.